എല്ലാവർക്കും നമസ്കാരം. ഒരാൾ സർക്കാർ സർവീസിൽ പ്രവേശിച്ചാൽ അയാൾക്ക് ആജീവനാന്തം ലഭിക്കുന്ന ശമ്പളവും പെൻഷനും മറ്റാനുകൂല്യങ്ങളും ഒരു തലമുറയെ പൂർണ്ണമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു തലമുറയെ. അതെന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്ന് പറയാനാണ് ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത്. എനിക്കറിയാം, ഈയിടെ 5 കമ്പനിയിലേക്ക് ജോലിക്കാരെ വിളിച്ചു. പ്രൈവറ്റ് കമ്പനികളാണ്. 72ഓളം ഉദ്യോഗാർത്ഥികൾ ജോലിക്ക് വേണ്ടി വന്നു. 72ഓളം പേര് ജോലിക്ക് വേണ്ടി വന്നു. അതിനകത്തൊരു 15 പേരോളം യോഗ്യതയുള്ളവരായിരുന്നു. തന്നെയുമല്ല, ആ 15 പേരിൽ 13 പേരും PSCയുടെ കോച്ചിങ് പഠിക്കുന്നവരുമാണ്, അല്ലെ പഠിച്ചവരുമാണ്. അങ്ങനെ ഈ ആവശ്യത്തിനുള്ള ജോലിക്കാർക്ക് ഏതാണ്ട് 15ഓളം പേരെ, ആ യോഗ്യതയുള്ളവർക്ക് നിയമന ഉത്തരവ് കൊടുത്തു. പക്ഷേ ഈ നിയമന ഉത്തരവ് കൊടുത്തതിൽ ഒരാൾ പോലും, നല്ല ശമ്പളമുള്ള ജോലിയാണ്, പക്ഷേ ഒരാൾ പോലും ആ ജോലിക്ക് കയറിയില്ല. ഇത് കോഴിക്കോട് നടന്ന സംഭവം. ഒരാൾ പോലും ജോലിക്ക് കയറാതെ വന്നപ്പോൾ അതിൻ്റെ കാരണം എന്നാന്ന് അതിൻ്റെ പുറകെ അന്വേഷിച്ച് ഇവരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ മാന്യമായ ശമ്പളമൊക്കെയുള്ള നല്ല ജോലിയാണ്. പക്ഷേ ഈ ഉദ്യോഗാർത്ഥികളിൽ ഈ 15-ൽ PSC കോച്ചിങ്ങിന് പഠിച്ചിരിക്കുന്ന 14 പേരും ഈ ജോലിക്ക് കയറാൻ തയ്യാറല്ല. മറ്റേ ഒരാൾ വേറെ എന്തോ അതിന് നല്ലൊരു ജോലി കിട്ടി അങ്ങോട്ട് പോയി, അയാൾ ജോലിക്ക് കയറി. ഈ PSC കോച്ചിങ് കഴിഞ്ഞ് നിൽക്കുന്ന 14 പേരും ഇതിനകത്ത് ജോലിക്ക് കയറാൻ തയ്യാറല്ല. ശമ്പളം ഇല്ലാഞ്ഞിട്ടല്ല, ജോലിക്ക് മാന്യത ഇല്ലാഞ്ഞിട്ടല്ല, ഇവർ കയറാൻ തയ്യാറല്ല. എന്താ കാരണമെന്ന് പഠിച്ചു പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പിടികിട്ടി. അതിന്ന് ഈ സമൂഹത്തോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. അതായത്, കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ PSC വഴിയോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയോ സർക്കാർ ജോലി കിട്ടുമെന്ന സ്വപ്നത്തിൽ ഒരു വൻ സംഘം ആളുകൾ കേരളത്തിൽ ജീവിക്കുക. വൻ സംഘമാണ്. അപ്പോൾ അവർക്ക് ഈ സർക്കാർ ജോലിക്ക് പുറത്തുള്ള ഒരു ജോലിക്കും താല്പര്യമില്ല. ഇതിൻ്റെ കാരണം അന്വേഷിച്ച് പോകുമ്പം കേരളത്തിൽ 8000 മുതൽ 9000 വരെ എണ്ണം PSC കോച്ചിങ് സെൻറ്ററുകൾ ഉണ്ട്. സർക്കാർ ജോലിക്ക് ടെസ്റ്റുകൾ എഴുതാൻ കോച്ചിങ് കൊടുക്കുന്ന 8000 മുതൽ 9000 വരെ കോച്ചിങ് സെൻറ്ററുകൾ കേരളത്തിലുണ്ട്. 5000 മുതൽ 25000 രൂപ വരെയാണ് ഒരു കോഴ്സിൻ്റെ ഫീസ് മേടിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ അപകടം, ഈ കോഴ്സുകൾക്കകത്ത് ക്ലാസ്സുകൾ എടുക്കുന്നത് കൂടുതലും കേരള ഗവൺമെൻറ്റിൽ ജോലിയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ അവർ ജോലിയുള്ള ഉദ്യോഗസ്ഥന്മാർ ക്ലാസ് എടുക്കുമ്പോൾ അവർ ഈ ജോലിക്കകത്തുനിന്ന് ലഭിക്കുന്ന നന്മകളെല്ലാം ഇവരെ വർണ്ണിച്ച് കേൾപ്പിക്കുക. പകുതി സമയത്ത് ചെല്ലണ്ട, വല്ലയിടത്തൂടെ പോയാൽ ചെന്നെന്ന് എഴുതി ഒപ്പിട്ട് വെക്കാം. തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനും കൂടെ പെശ കാണുന്നുണ്ടെങ്കിൽ 3-4 ദിവസം കൂടുമ്പോൾ ഇതിട്ടാൽ മതി. നമ്മൾ ഈ വില്ലേജിലും താലൂക്കിലും പഞ്ചായത്തിലും ഒക്കെ ചെല്ലുമ്പോൾ പകുതി ഉദ്യോഗസ്ഥന്മാർ ഓഫീസിലില്ല. ഇവരോട് എവിടെ പോയെന്ന് ചോദിച്ചാൽ ഇവർ ഫീൽഡിൽ പോയെന്നാണ് പറയുന്നത്. ഫീൽഡിൽ എന്തിനു പോയെന്ന് ചെല്ലുന്ന ജനത്തിന് ചോദിക്കാൻ പറ്റിയല്ലോ. ഇവരവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ശമ്പളം ഒരു വശത്ത്, പെൻഷൻ ഒരു വശത്ത്, ചില ഡിപ്പാർട്ട്മെൻറ്റിൽ കിമ്പളം ഒരു വശത്ത്, പിന്നെ എല്ലാവിധ സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഇത് അങ്ങോട്ട് ഈ ജനത്തിൻ്റെ ഉള്ളിലോട്ട് ഈ ട്രെയിനിങ് സെൻറ്ററിൽ കൂടെ ഈ യുവാക്കന്മാരുടെ, അല്ല യുവാക്കന്മാരുടെ ചെറുപ്പക്കാരുടെ ഉള്ളിലേക്ക് ഇതങ്ങോട്ട് കുത്തിവെക്കുക ഈ വിഷം. ഇങ്ങനെ കുത്തിവെക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയും. നിങ്ങൾ സമരങ്ങളിലോ ജനത്തിന് പ്രാധാന്യമുള്ള വിഷയങ്ങളിലോ ഒന്നും തലയിടരുത്. കാരണം കേസ് വന്നാൽ നാളെ ഈ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ എന്നാ സംഭവിക്കും? യുവജന സംഘടനകൾ നിഷ്ക്രിയമാകും. സാമൂഹിക ബാധ്യത നഷ്ടമാകും. കാരണം എനിക്ക് നാളെ ജോലി കിട്ടണമെങ്കിൽ എൻ്റെ പേര് കേസോ വഴക്കോ ഉണ്ടാകരുത്.
എനിക്ക് സർക്കാർ ജോലി കിട്ടിയാൽ കിട്ടാൻ പോകുന്നതിൻ്റെ നന്മകൾ വിശദീകരിച്ച് തരാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെ വന്ന് ക്ലാസ് എടുക്കുന്നു. ഈ സമൂഹം ഇതിനകത്ത് ഇതൊരു വലിയ പ്രശ്നമായി മാറുക. ഇപ്പം മലബാർ മേഖലയിൽ ഒരു വിവാഹം നടക്കണമെങ്കിൽ ഒരു സർക്കാർ ജോലി വേണമെന്ന അവസ്ഥ കാര്യങ്ങളെത്തി. ഈ സർക്കാർ ജോലി നോക്കിയിരുന്നിട്ട് അനേകർക്ക് ഇത് നല്ല പ്രായത്തിൽ കിട്ടാറുമില്ല. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുറേ കാലം മുമ്പ് വരെയൊക്കെ 10ാം ക്ലാസ്സിലോ പ്ലസ് ടുവിലോ ഒക്കെ 10ാം ക്ലാസ്സിലും പ്രീ ഡിഗ്രിക്കും ഒക്കെ ഒരു 40-45% താഴെ ആളുകളെ ജയിക്കുകയുള്ളായിരുന്നു. 10ാം ക്ലാസ് നോക്കിക്കോ, ഒരു 45% ആളുകൾ ജയിച്ചാൽ അവർ പ്രീ ഡിഗ്രിക്ക് ചെല്ലുമ്പോഴത്തേനും ഒരു തരത്തിലൊക്കെ ഒരു 10, 40, 35 ഒക്കെ ജയിക്കുകയുള്ളൂ. അപ്പോൾ 10ാം ക്ലാസ്സും പ്രീ ഡിഗ്രിയും കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇത് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല, വേറെ എന്തെങ്കിലും ജോലി അന്വേഷിക്കണം. എന്നാൽ ഇപ്പോൾ സർക്കാർ കാണിക്കുന്ന വൃത്തികേട് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഉള്ളതിനെ എല്ലാം സ്വന്തം പേര് പോലും എഴുതാൻ അറിയത്തില്ലാത്തതിനെയും 10ാം ക്ലാസ്സിൽ ഫുൾ A+ കൊടുത്ത് ഏൽപ്പിച്ചു വിടും. ഇതിനെയെല്ലാം കൂടെ പ്ലസ് ടുവിലോട്ട് കൊണ്ടുവിടുമ്പോൾ ഈ പ്ലസ് ടുവിലും ഇതുപോലെ തന്നെ പരമാവധി എണ്ണത്തിന് അങ്ങ് ജയിപ്പിച്ചു വിടും. ഏതാണ്ട് വലിയ ഗുണം നാടിന് ചെയ്യുന്നത് പോലെ ഇത് ചെയ്യുന്നത്. അന്നേരം എന്നാ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ 3.5 ലക്ഷം മുതൽ 4 ലക്ഷം വരെ ആളുകളാണ് ഒരു വർഷം പ്ലസ് 2 കഴിഞ്ഞ് വെളിയിലിറങ്ങുന്നത്. പകുതി മുക്കാലും തോറ്റുമൊക്കെയാണ് വരുന്നത്. ഇനി തോക്കാതെയും ജയിക്കാതെയും വന്നാൽ പോലും ഇത്ര എണ്ണം ഇറങ്ങി വരും. ഇനി നമുക്കിതിൻ്റെ സർക്കാർ ജോലി കിട്ടിയവരുടെ കണക്കൊന്ന് നോക്കാം. 2016-17 ഏതാണ്ട് 17,000 താഴെ പേർക്ക് ജോലി കിട്ടിയിട്ടുള്ളൂ. 17-18 21,000 അടുത്തൊക്കെ ആളുകൾക്ക് ജോലി കിട്ടിയിട്ടുള്ളൂ. 18-19 21,000 താഴെ പേർക്കേ കിട്ടിയിട്ടുള്ളൂ. 19-20 30,000 റൗണ്ടിലെ ആളുകൾക്കേ ജോലി കിട്ടിയിട്ടുള്ളൂ. 20-21 ഏതാണ്ട് 15,000 താഴെ പേർക്കേ ജോലി കിട്ടിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് 2 പാസ്സായി ഇറങ്ങുന്നതിൻ്റെ 4% താഴെയുള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നുള്ളൂ. ആ 4% താഴെയുള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നതിൽ വലിയ ഭാരമില്ല. കാരണം കേരള ജനസംഖ്യയുടെ മൊത്തത്തിലുള്ളതിൻ്റെ 5% താഴെ ഉദ്യോഗസ്ഥന്മാരേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ മാത്രം വിദേശത്തേക്കോ മറ്റുള്ള ജോലിയിലേക്ക് പോകുമ്പോൾ ബാക്കിയുള്ളവർ നല്ല പഠിത്തവും കഴിഞ്ഞ് യുവത്വത്തിൽ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ സമൂഹത്തിന് വലിയൊരു നാശം സംഭവിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്ലസ് 2 പാസ്സാകുന്നതിൻ്റെ 4% താഴെയുള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നുള്ളൂ. ഇനിയിപ്പോൾ 2-3 വർഷത്തേക്ക് ജോലി ഇല്ലതാനും. പിരിഞ്ഞു പോകുന്നവർക്ക് കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ട് സർക്കാർ പെൻഷൻ പ്രായം കൂട്ടുന്നു എന്നൊരു അഭിപ്രായം കേട്ടു. അങ്ങനെയും കൂടി ആണെങ്കിൽ ഈ പെൻഷൻ പ്രായം കൂട്ടുന്നത് 2, 3, 4 വർഷത്തേക്കാണെങ്കിൽ ഇതിനിടയ്ക്ക് ആരെങ്കിലും മരിച്ചെങ്കിൽ അപ്പോൾ ആശ്രിത നിയമനവും കൂടെ കൊടുക്കേണ്ടി വരും. മരിച്ചില്ലെങ്കിൽ തന്നെ ശമ്പളം കൂട്ടി കൊടുക്കേണ്ടി വരും. ഈ ശമ്പളമാണേലും ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ആവറേജ് ഒരാൾക്ക് പ്രതിമാസം 18,000 രൂപയ്ക്ക് മുകളിലാണ് കൂട്ടിയേക്കുന്നത്. ഏറ്റവും താഴേക്കിടയിൽ തൊട്ട് മുകളിലോട്ടുള്ള കൃഷി അസിസ്റ്റൻറ്റ് ഡയറക്ടർ വരെ ഉള്ളവരുടെയൊക്കെ ശമ്പളം എടുത്ത് നോക്കിയാൽ ഒരു ആവറേജ് കണക്കെന്ന് പറഞ്ഞാൽ പ്രതിമാസം 18,000 രൂപയ്ക്ക് മുകളിലാണ് ഇത് കൂട്ടിയേക്കുന്നത്. അപ്പോൾ ആ രീതി കൂട്ടുമ്പോൾ ഈ സംസ്ഥാന വരുമാനത്തിൻ്റെ 107% അതിലധികം ശമ്പളവും പെൻഷനും ഈ എടുക്കുന്ന ലോണിൻ്റെ പലിശയും എല്ലാം കൂടെ പോകുക. വരുമാനം 100% ബാക്കി ലോണും കൂടി എടുത്ത് 107%ത്തിലേക്ക് കയറ്റുമ്പോൾ ഇത് മേടിച്ച് തിന്നുന്ന ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ ഗുണഗണ സൗകര്യങ്ങൾ ഈ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണേൽ പറയാം, 247% മദ്യത്തിൻ്റെ നികുതി. അപ്പം ആവറേജ് മലയാളിയോട് പറഞ്ഞു പറയാതെ ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞു പഠിപ്പിക്കുകയാണ്, മലയാളി ലോട്ടറി എടുക്കൂ, കുടിച്ചു മരിക്കൂ, ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർ സുഖകരമായി ജീവിക്കട്ടെ, അല്ലെങ്കിൽ സുഖിച്ച് ജീവിക്കട്ടെ. ആവറേജ് മലയാളി ലോട്ടറി എടുത്തും മദ്യം കുടിച്ചും മരിക്കൂ, ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർ
സുഖിച്ച് ജീവിക്കട്ടെ, അല്ലെങ്കിൽ വാഴട്ടെ. ഈ ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ വലിയൊരു ചിന്തയ്ക്കായി വെക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാരോട് പറയട്ടെ, ഈ +2 പാസ്സായി ഇറങ്ങുന്നതിൻ്റെ 4% താഴെയുള്ള ആളുകൾക്ക് ഈ ജോലി കൊടുക്കാൻ സർക്കാരിനെ കൊണ്ട് കഴിയുന്നുള്ളൂ. ആയതിനാൽ പ്രിയ യുവജനങ്ങളെ, നിങ്ങൾ മറ്റ് മേഖലകളിലേക്ക് തിരിഞ്ഞ് മറ്റു മേഖലകളിൽ വരുമാനമുണ്ടാക്കാനായി നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ആശംസിച്ചുകൊണ്ടും നിങ്ങളുടെ യുവത്വം നശിപ്പിച്ച് കളയരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം.